സാർ, ഇളനീര് സാർ. ശരി സാർ, നമുക്കൊരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. പിന്നെങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്യുന്നേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാ റേപ്പിന് ശേഷമാണ് കൊല ചെയ്തിരിക്കുന്നത്. അതിലൊരു പെൺകുട്ടി ചോക്ക്ഡ് ആയിട്ടാണ് മരിച്ചിരിക്കുന്നത്. മറ്റൊരു പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലയിൽ കനമുള്ള എന്തോ കൊണ്ട് അടിച്ചിട്ടാണ്. അവിടുന്നൊരു ഇഷ്ടികയും കണ്ടെത്തിയിട്ടുണ്ട്. കെയർ ടേക്കറോട് അന്വേഷിച്ചായിരുന്നു? അതെ സാറേ, ആ കൊടുങ്കാറ്റുണ്ടായ സമയത്ത് അന്ന് നൈറ്റ് അവൻ അവിടെ ഇല്ല. അവന്റെ മേലെ സംശയമൊന്നുമില്ല. സാർ, എനിക്ക് ആ ടാക്സി ഡ്രൈവറെയാണ് കാശിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോന്ന്. ഈ ടാക്സി ഓടിക്കുന്ന പിള്ളേര് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. റേപ്പും കൊലപാതകവും അവർ ചെയ്യാൻ വഴിയില്ല. ഈ കേസിലൊരു ചെറിയ ക്ലൂ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. എന്ത് സാർ? ശബ്ദം. ഒരു വയസ്സായ ഒരാള് ഒരു ടയർ പൊട്ടിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. സാർ, അവനെ പോലെ ഒരാളെ എങ്ങനെ വിശ്വസിക്കാനാ? ചിലപ്പോ ഒരാളെ കാണാൻ കുറ്റവാളിയെ പോലെ തോന്നാം, പക്ഷെ അടുത്തിടപഴകിയാലേ അവരെ കുറിച്ച് മനസ്സിലാവും. കാരണം ഇതൊരു പെർഫെക്റ്റ് മർഡർ അല്ല. സാർ, നമ്മള് ബോഡി കിടക്കുന്ന സ്ഥലം ഒരുപാട് തെരഞ്ഞു നോക്കിയതാ. ഇനി ഒന്നുകൂടെ പരിശോധിക്കണം. നമുക്ക് നാളെ ഒന്നുകൂടെ അങ്ങോട്ട് പോവാം. എന്തായാലും നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും കിട്ടാതിരിക്കില്ല. ഓക്കെ സാർ. സാർ, ഈ ഇളനീരിന്റെ കാശ് തൻ്റെ ഒരു കാര്യം. ഓക്കെ സാർ. അല്ല, ജോജു ഇവിടെ ടി വി കാണുകയാണോ? ഇതെല്ലാം എന്റെ റൂമിലുണ്ടായതാ. സുമിതി അറിയാതെ വെച്ചതാകും. അവളോട് പറ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന്. ഓക്കെ? ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നീ എന്തിനാ ടെൻഷൻ ആകുന്നേ? ഈ തുണിയൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. നിന്റെ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇനി വരാനേ പാടില്ല. എനിക്ക് അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എന്തിനാ നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നേ? എന്നിട്ട് എന്നെ നോക്ക്, നീ പറയുന്നൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കാം. കാരണം എനിക്ക് പോകാൻ വേറെ സ്ഥലമല്ല. നിന്നോട് ഞാൻ അവിടെ പോവാനൊന്നും പറഞ്ഞില്ലല്ലോ. വിജയ്, നീ അങ്ങനെ പറഞ്ഞാ മതി, അതാണ് നല്ലത്. ടുക്കു, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ? ഇയറിങ്സോ? ഞാൻ അങ്ങനെ ഒന്നും അയച്ചില്ലല്ലോ. ഞാൻ എന്തിനാ അയക്കണം? ഉച്ചയ്ക്ക് പോലും ഞാൻ വേണ്ടാന്നല്ലേ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ അന്ന് രാത്രി ആ ബൊക്കെ ആരാ അയച്ചത്? Trust me, Sohini, I didn't send any flowers. അല്ല, നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? നത്തിങ്. നോ നത്തിങ്. ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ.
ആരാത്? സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ. അതിൽ പേരൊന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ വിചാരിക്കുന്നേ? നോക്ക്, നമുക്ക് പോലീസിൽ പോയാലോ? ഈ ചെറിയ കാര്യത്തിന് എന്തിനാ പോലീസിനെയൊക്കെ വിളിച്ച്? ഇതൊന്നും എനിക്ക് ചെറിയ കാര്യമല്ല. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആരോ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എൻ്റെ ഗേൾ ഫ്രണ്ട് സുന്ദരിയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ആൾക്കാർ ഫോളോ തന്നെ ചെയ്യും. അതിന് ഞാൻ എന്ത് വെരി ചെയ്യാനാ? ഫണ്ണി. ഇതെങ്ങനെയാ സാറേ നമുക്ക് സഹായമാവുക? കാറ് ഹൈ സ്പീഡിൽ ഓടുന്ന സമയത്ത് ടയർ പഞ്ചറാവുമ്പോൾ ഇതുപോലെ ടയറിൻ്റെ ചെറിയ പീസുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ നമ്പർ കണ്ടില്ലേ? അതെ സാർ, C3712. ഈ നമ്പർ വെച്ച് മാനുഫാക്ചററെ ഒന്ന് ട്രാക്ക് ചെയ്തേ. ശരി സാർ. പിന്നെ ഇതേത് കടയിലാണ് വിറ്റതെന്നും അറിയണം. പോവാം സാർ. ഇത് കളയാതെ സൂക്ഷിക്കണം. അതാരായിരിക്കും? ആരാത്? എന്താ പ്രശ്നം ടുക്കു? ഒന്നുമില്ല. എന്താ കാര്യമെന്ന് പറ.